എൻ വിജയന്റെ മരണത്തിൽ പ്രതി ചേർത്തതോടെ IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യവുമായി CPM. രാജി ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിലും കേസ് അന്വേഷണത്തെ എതിർക്കാതെ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ നീക്കം. KPCC അന്വേഷണ സമിതി വഴി NM വിജയന്റെ കുടുംബത്തെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് ആശ്വസിക്കുമ്പോഴാണ് MLA അടക്കമുള്ള നേതാക്കളെ പോലീസ് പ്രതിയാക്കിയത്. ഇത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി. PP ദിവ്യയുടെ കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിലപാട് IC ബാലകൃഷ്ണനും ബാധകമല്ലേ എന്നാണ് മറുവശത്തു നിന്നുള്ള ചോദ്യം. അല്ല, പ്രതിചേർത്ത് കേസെടുക്കണം എന്ന് തന്നെയാണല്ലോ കേരളം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്മഹത്യയിലേക്ക്, സ്വന്തമല്ല മകനെയും ഒന്നും അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. കുടുംബത്തിനൊപ്പമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് നിയമത്തിന്റെ വഴിക്കെന്ന തന്ത്രപരമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഉണ്ടായത്? പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. കേസെടുത്തതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു KPCC അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാദം. ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോകും എന്നൊരിക്കൽ ആ കേസെടുത്താൽ സത്യം തെളിയിക്കാനൊരു സന്ദർഭം കിട്ടുമല്ലോ. ആ സന്ദർഭം നമുക്ക് കാത്തിരിക്കുകയാണ്. അത് വരട്ടെ, അതിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇൻട്രസ്റ്റഡ് ഇൻവെസ്റ്റിഗേഷനായിട്ട് അത് പോകരുത്. മീഡിയ 1 തിരുവനന്തപുരം.